വേനൽക്കാലത്ത് നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ് നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ് അല്ലേ. നമുക്കൊരു സെപ്റ്റംബർ മുതൽ നമുക്കൊരു ജൂൺ വരെ, അതായത് മഴ തുടങ്ങുന്ന വരെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ ഇതൊരു കുറച്ച് 2 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ നിറഞ്ഞു പൂത്ത ചെടിയായിരുന്നു എൻ്റെത് കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു 17 ചട്ടിയിലാണ് കേട്ടോ എൻ്റെ ബൊഗൻവില്ല പ്ലാന്റ്സ് ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കറിയാം, നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് വളം കൊടുക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പൂക്കൾ കുറഞ്ഞൊരു സമയത്തുള്ള വീഡിയോ ആണ്, പക്ഷേ നല്ല രീതിയിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്കറിയാം മഴക്കാലമല്ലേ. മഴക്കാലമാകുമ്പോഴേക്ക് നമ്മുടെ ചെടിയൊക്കെ ഇതുപോലെ ആവും കേട്ടോ. അപ്പോൾ കാണിക്കുന്ന പോലെ ആവും മഴക്കാലത്ത് ഇതുപോലെ ആയിട്ട്. ഇനിയിപ്പോൾ പൂക്കളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് 1-2 പൂക്കളൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മഴക്കാലത്ത് നമ്മൾ ബൊഗൻവില്ല പ്ലാന്റ്സിൽ എന്താ ചെയ്യേണ്ടത്, അതായത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കറിയാം മസ്റ്റായിട്ടും പ്രൂണിങ് അല്ലേ. പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഴക്കാലത്തിന് മുമ്പും മഴക്കാലത്തിന് ശേഷവും. മഴക്കാലം തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. അപ്പോൾ ഞാനത് വെട്ടിക്കൊടുക്കാത്തത് കുറച്ച് നേരം വൈകിയത്. നമ്മൾ വെട്ടിക്കൊടുത്താൽ അതൊക്കെ നമ്മൾ നട്ട് കൊടുക്കണമല്ലേ. അപ്പോൾ അതിനൊരു സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു 17 ചട്ടിയിൽ ബൊഗൻവില്ല പ്ലാന്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ 3 ബൊഗൻവില്ല പ്ലാന്റ്സ് ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 3ഉം കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. 17 ശരിക്കും 50-100 ഒക്കെ ആക്കിയെടുക്കുക. കാരണം നമുക്ക് ഓരോ മഴക്കാലത്തിന് മുമ്പും ശേഷവും നമ്മൾ ഇത് പ്രൂണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൂണിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചെടിച്ചട്ടിയിൽ നമ്മൾ ഇതുപോലെ പൊത ഇട്ടിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ പൂക്കൾ കൊണ്ട് നമ്മൾ ചെടിച്ചട്ടിൻ്റെ അകത്ത് പൊത ഇട്ടിട്ടുണ്ടാകും. ഇതാ കണ്ട, പഴയ ഇലകൾ കൊണ്ട് പൂക്കൾ കൊണ്ടൊക്കെ പൊതയിട്ടുണ്ടാകും. ആ പൊതയൊക്കെ നമ്മൾ എടുത്തു മാറ്റട്ടോ. നമ്മൾ വേനൽക്കാലത്ത് ചെടിച്ചട്ടിയിൽ പൊത ഇട്ട് കൊടുക്കുന്നത് എന്തിനാ, നമ്മുടെ ചെടിക്ക് നല്ല വെയിലത്ത് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ വേരിന് എന്തെങ്കിലും കഠിനമായിട്ടുള്ള ചൂട് തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെടിച്ചട്ടിനകത്ത് ഏത് ചെടിച്ചട്ടിയിലും നമ്മൾ ഇങ്ങനെ പൊത ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മഴക്കാലത്ത് എടുത്ത് കളയണം. കാരണം മഴക്കാലത്ത് ഈ പൂക്കളും ഇലകളൊക്കെ ആയിട്ട് ചെടിക്ക് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് കളയുന്നത്. പിന്നെ നമ്മൾ മഴക്കാലത്ത് അത് 2ാമത്തെ കാര്യം, നമ്മൾ മഴക്കാലത്ത് നമ്മുടെ ചെടി ഹൈബ്രിഡ് ഇനത്തിലായാലും അല്ലെങ്കിൽ നാടൻ ഇനത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അധികം മഴയത്ത് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് മഴയത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ മഴ ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കണം. മഴയത്ത് വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിൽ ഡ്രൈനേജ് ഹോൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡ്രൈനേജ് ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ വേര് വന്നിട്ടുണ്ടോ നോക്കാം. വേര് വന്നിട്ടുണ്ടെങ്കിൽ ആ വേര് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രൈനേജ് ഹോൾസ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെടി പുറത്ത് വെച്ചാലും സാരമില്ല. കാരണം നമ്മുടെ ഡ്രൈനേജിൻ്റെ ഉള്ളിൽ കൂടിയ എല്ലാ വെള്ളം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ബൊഗൻവില്ല പ്ലാന്റ്സ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ പൊതയിട്ടൊക്കെ കൊടുക്കുന്നത് ആ പൊത നമുക്ക് എടുത്ത് മാറ്റി കളയാം കേട്ടോ. 2ാമത്തെ നമ്മൾ മുറ്റത്തൊക്കെ വെക്കുന്ന ചെടിയാണെങ്കിൽ മുറ്റത്ത് വെക്കുക. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡ്രൈനേജ് ഹോൾസ് ഓപ്പൺ ശരിക്കാണോ എന്ന് ഉറപ്പ് വരുത്തട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് വെട്ടിക്കൊടുക്കുമ്പോൾ, അതായത് ഈ സമയത്ത്, അതായത് മഴക്കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കട്ടിങ്സ് പിടിച്ച് കിട്ടും അല്ലേ. നന്നായിട്ട് വേര് പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇതിന് കട്ടിങ്സ് എടുത്തിട്ട് നട്ട് കൊടുക്കുക. അതുപോലെ കട്ടിങ്സ് എടുത്തിട്ട് നട്ട് കൊടുത്താട്ടോ. ഇതൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഇങ്ങനെയുള്ള ജ്യൂസ് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നമുക്ക് കണ്ടെയ്നറിലോ നമ്മുടെ ചെടി കട്ടിങ്സ് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇനത്തിലുള്ള, അതായത് നമ്മുടെ ചെടി 5 കളർ അല്ലെങ്കിൽ 6 കളറൊക്കെ എടുത്തിട്ട് ഓരോ കമ്പ് ഒരു ഗ്രോ ബാഗിൽ, അതായത് ഇതിൻ്റെ അകത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടി കളർ ബൊഗൻവില്ല പ്ലാന്റ്സ് ആക്കി, അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണം. ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയാത്തവർ ഒരു 4-5 വ്യത്യസ്ത കളറിലുള്ള ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ കമ്പ് എടുത്തിട്ട് ഒരു ചെടിയിൽ കുത്തി വെച്ചിട്ട് അത് വേര് വന്നതിന് ശേഷം ഒന്നിച്ച് നമ്മൾ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടി കളർ ബൊഗൻവില്ല പ്ലാന്റ്സ് ഉണ്ടാക്കട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇതിപ്പം വെട്ടി കൊടുക്കാൻ പോവുകയാണ്. ബാക്കിയൊക്കെ എല്ലാം വെട്ടുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. മൊത്തത്തിൽ നമ്മുടെ 10 മണി ചെടിയൊക്കെ എല്ലാം പ്രൂണിങ് ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ്. എല്ലാം ഞാൻ മുട്ടയടിച്ച് പ്രൂണിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് കിളിർപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ സാഡിയിലേക്ക് മാറ്റി, കുറച്ചിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്.
അപ്പോൾ നല്ല 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ മതിലിൻ്റെ മുകളിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി മഴയല്ല, അതായത് ഇപ്പോൾ ബൊഗൻവില്ല പ്ലാന്റ്സൊക്കെ നമ്മൾ പ്രൂണിംഗ് ഒക്കെ ചെയ്തിട്ട് സൈഡിൽ മാറ്റുകയാണെങ്കിൽ കുറച്ച് വെയിലറക്കുന്ന സമയത്ത് നമ്മളൊന്ന് മുറ്റത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ 10 മണി ആയാലും ബൊഗൻവില്ല പ്ലാന്റ്സ് ആണെങ്കിൽ തെച്ചിയാണെങ്കിലൊക്കെ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇത് വെട്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ഏതൊക്കെ മാസമാണ് വെട്ടേണ്ടത്, നമ്മൾ സെപ്റ്റംബർ, അതായത് ജൂണിൽ മഴ തുടങ്ങുന്ന സമയത്തും നമ്മുടെ സെപ്റ്റംബർ മാസം, അതായത് മഴ കഴിയുന്ന ആ ഒരു സമയത്ത് 2 പ്രാവശ്യം നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതിനാണ് സോഫ്റ്റ് പ്രൂണിങ്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ കമ്പൊക്കെ വെട്ടിയെടുക്കുന്നതിനാണ് സോഫ്റ്റ് പ്രൂണിങ് പറയുക. നമ്മൾ നന്നായിട്ട് കമ്പ് എടുക്കുന്നതിനാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ വെട്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് വൈറ്റ്, ഇതിൻ്റെ ഇല ഇങ്ങനെയാണ് കേട്ടോ. അതാ കണ്ടോ, ഇത് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ബൊഗൻവില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടതാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ ഉണ്ടോ, ഓരോ ഇലക്കും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂവിൻ്റെ ഷേപ്പും ഇതേപോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, വെരിക്കേറ്റഡ് ബൊഗൻവില്ല പ്ലാന്റ്സും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒരു യെല്ലോയും വൈറ്റും ഗ്രീനും കൂടിയിട്ടുള്ള ഇലകൾ കിട്ടും. അപ്പോൾ ഇലകൾ പൂക്കളില്ലെങ്കിലും നമുക്ക് ആ ബൊഗൻവില്ല പ്ലാന്റ്സ് ലീഫിൻ്റെ ഭംഗി കൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നന്നായിട്ട് വളം കൊടുക്കാൻ പറയലാണ്. പക്ഷേ മഴക്കാലത്ത് നമ്മൾ വെട്ടിക്കൊടുത്തതിന് ശേഷം വളം കൊടുക്കണ്ട. വളം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് NPK ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, പിന്നെ നൈട്രജൻ്റെ അളവൊക്കെ കൂടുതൽ ചെടികൾക്ക് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഇവരെ എന്താ പറയുക, പിന്നെ ഇലകളൊക്കെ ഒരുപാട് വളർന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്ത് ബൊഗൻവില്ല പ്ലാന്റ്സിന് ഇപ്പം വെട്ടിയ സമയത്ത് നമ്മളൊന്നും കൊടുക്കണ്ട. അതിനുശേഷം നമുക്കൊരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഒന്നും കൂടി പ്രൂണിങ് ചെയ്യും. അതായത് എന്തായാലും ഇലകളൊക്കെ പെട്ടെന്ന് വരും കേട്ടോ, പ്രത്യേകിച്ച് മഴക്കാലമല്ലേ. അപ്പോൾ കമ്പൊക്കെ നീണ്ടു വരും. അപ്പോൾ നമ്മൾ പിന്നെ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വളം കൊടുക്കണം. നന്നായിട്ട് നമ്മൾ ചാണകപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, DAP അങ്ങനെയുള്ള നല്ല വളം, SM സോൾട്ട് അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ 6 മാസം നമുക്ക് മാസം ഫെർട്ടിലൈസർ ചെയ്താൽ നമുക്ക് 6 മാസം പിന്നെ പൂക്കൾ കൊണ്ട് അല്ലേ, നല്ല പൂക്കൾ ഉണ്ടാവല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ കളറിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കേ. അപ്പോൾ ഇത് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ വേറെ വെച്ചിട്ടുണ്ടെങ്കിലും വേറെ തന്നെ നമുക്ക് നട്ടു കൊടുത്താൽ മതി കേട്ടോ. വേറെ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് പിന്നെ വേഗം മനസ്സിലാവും കേട്ടോ. ഇത് മനസ്സിലാകാൻ കാരണം ഇതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ. ഇതിലൊക്കെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത് വരെ പൂക്കളുണ്ടായി, കണ്ടില്ലേ, എന്താ കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ഞാൻ ഈ രീതിയിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് മറ്റേത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ പോക്കിയതിന് ശേഷം നമ്മൾ ഈ ചെടി ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് വെട്ടിക്കൊടുക്കണം കേട്ടോ. ചരിച്ച് വെട്ടിക്കൊടുത്താലാണ് നമുക്ക് പെട്ടെന്ന് പ്ലാന്റ്സ് പിടിച്ച് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റെമ്മ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി കളർ ആക്കണമെങ്കിൽ നമ്മൾ 2-3 സ്റ്റെമ്മ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഒരു സ്റ്റെമ്മും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ശരിക്കും ഇത്ര നീളത്തിലുള്ള കമ്പ് മതി കേട്ടോ. വലിയ കമ്പ് വേണ്ട, അതുപോലെ മൂത്ത കമ്പ് വേണ്ട. ഏകദേശം ഒരു മീഡിയം സൈസുള്ള കമ്പാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നട്ട് കൊടുത്തിട്ട് നമ്മളിനിപ്പോൾ മുറ്റത്ത് തന്നെ വെച്ചാൽ മതി. മഴവെള്ളം തട്ടുമ്പോൾ നന്നായിട്ട് വളരും കേട്ടോ. ഇനിയിപ്പം ശക്തമായിട്ട് വീഴുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇളകി പോകുന്നതിന് നമുക്ക് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ഇത് വെട്ടിക്കൊടുക്കട്ടെ. പൂക്കളുള്ള സമയത്തൊക്കെ ഞാൻ വെട്ടാറുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ചൊരു മൂർച്ച കുറവുണ്ട്. ഇപ്പം ഇത് ഏതൊക്കെ കളറാന്നൊന്നും പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടുമ്പേ ഉണ്ടല്ലേ.
അപ്പോൾ ഇന്നിപ്പോൾ നടാൻ സമയമില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിച്ചാൽ മതി കേട്ടോ. വെള്ളത്തിലിട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് NPK ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പിന്നെ കുറച്ച് ആഡ് ചെയ്തിട്ട് അതിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മളൊരു ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ചെടി പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണണേ. അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും തന്നെ നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ എപ്പോഴും കാണാതെ നിങ്ങൾക്ക് നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ഇടണമെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് എല്ലാ ചെടിയും ഒന്നിച്ച് വെട്ടാത്ത എന്താണോ, എല്ലാ ചെടിയും നമ്മൾ ഒന്നിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നട്ടു കൊടുക്കാനും കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. നട്ടു കൊടുക്കാനുള്ള ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് എല്ലാ ചെടി. അപ്പോൾ ഇതൊക്കെ നട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചെടികൾ വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്നിച്ച് നമ്മൾ വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കമ്പുകളൊക്കെ നമുക്ക് എന്തായാലും പിടിച്ച് കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും പിടിച്ച് കിട്ടും. പിന്നെ പിടിച്ച് കിട്ടിയാൽ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കാണ് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും ഇന്ന് നട്ടിട്ട് നല്ലോണം തിളർത്ത് വന്നെന്ന് വിചാരിച്ചിട്ട് അടുത്ത ഈ സീസണിലൊന്നും പെട്ടെന്ന് 4-5 മാസം കൊണ്ടൊന്നും പൂക്കൾ ഉണ്ടാവില്ല. ചിലതൊക്കെ വേഗം പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ വെട്ടി കൊടുത്തിട്ട്, അപ്പോൾ കണ്ടില്ല നിങ്ങൾ ചെടി കണ്ടോ, ഇത്രത്തോളം ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് കമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈറ്റിൻ്റെതും എല്ലോ ഓറഞ്ചിൻ്റെ ഒക്കെ ആയിട്ട് ഇതിൽ തന്നെ ഇത്രത്തോളം കമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും തൈകൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബൊഗൺവില്ല പ്ലാന്റ്സ് മഴക്കാലത്ത് മഴയത്ത് വെക്കുമ്പോൾ ഡ്രൈനേജ് ഓപ്പൺ കറക്റ്റാണ് നോക്കാം. പിന്നെ നമ്മൾ പുതയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. പിന്നെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളം കൊടുക്കേണ്ടത് അടുത്ത സീസണിൽ, അതായത് സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വളം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ മണലും അല്ലെങ്കിൽ മണലില്ലെങ്കിൽ എംസാൻ കഴുകിയിട്ട് മണലും എംസാനും അതുപോലെ തന്നെ ചകിരിച്ചോറ് അല്ലെങ്കിൽ ചകിരിച്ചോറ് മണൽ അല്ലെങ്കിൽ മണൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വളങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് ഇതുപോലെ കമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നട്ട് കൊടുക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.